ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പട്ടുപാവാടയും ബ്ലൗസുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സെറ്റായിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടും സ്കേർട്ടിൽ ഇതുപോലെ ഡിസൈനുള്ളൊരു മെറ്റീരിയലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പാവാട നമ്മുടെ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റിൻ്റെ 3 മടങ്ങാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ല വിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ തുണി ഉണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനും പറ്റി കേട്ടോ. അപ്പോൾ ലൈനിങ്ങും കൂടി വെച്ച് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണേ. പാവാടയിലേക്ക് വള്ളിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഹുക്കും കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ താഴെ ഭാഗത്തുള്ളൊരു കസവിൻ്റെ പോർഷൻ ഉണ്ടായിരുന്നു. ആ ഭാഗമാണ് ഇതുപോലെ ടെസലിന് വേണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലൗസ് ഇതുപോലെ മെഷർമെൻറ്റ്സ് എല്ലാം കൊടുത്ത ശേഷം ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൗസിൽ ലൈനിങ് കൊടുക്കുന്നുണ്ട്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത്. പാവാടയ്ക്കും ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ബ്ലൗസിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് ചെറിയൊരു ഡിസൈൻ വരുന്നൊരു നെക്കാണ്. പാവാടയുടെ തുണി നെക്കിലേക്ക് വരുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തെടുത്തത്. ഇനി ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ സിമ്പിളായിട്ടുള്ളൊരു യു നെക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിൽ ഓപ്പണിങ് വരുന്നുണ്ട്. ഫുൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഫ്രണ്ടിലേക്ക് ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പം ചീത്ത വശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തേക്ക് വെച്ചത് ഇതുപോലെ ഒന്ന് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ലേസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും ഒരു ലേസും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സ്കേർട്ടിൽ ഈ ഒരു കളറുണ്ട്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു ലേസും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ബ്ലൗസിൻ്റെയും പാവാടയും ഡിസൈനായിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം.